ഈ സംഭവിക്കുക എന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഈ സൈഡിൽ വരുമ്പം എന്തോ ആരും വരാത്ത കാരണമാണ് ഇത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അധികാരികൾ ആരും ഇതുവരെ ഇവിടെ വന്ന് നോക്കിയതായിട്ട് കാണുന്നില്ല. ദേശീയപാതയിൽ പുതുപ്പണം അരവിന്ദ് ഘോഷ് റോഡിന് സമീപം കിണറിന്റെ ആൾമറ ഉൾപ്പെടെയുള്ള ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണു. ഹരിശ്രീ സ്കൂൾ റോഡിന് സമീപമാണ് സംഭവം. ബാക്കി ഭാഗം ഇടിയാൻ പാകത്തിൽ നിൽക്കുന്നത് വലിയ അപകട ഭീഷണിയാണ്. ദേശീയപാത വികസനത്തിനായി സ്ഥലവും വീടും ഏറ്റെടുത്ത ശേഷം ബാക്കിയുള്ളതാണ് കിണറും അതിനോട് ചേർന്നുള്ള കെട്ടിട ഭാഗങ്ങളും. റോഡിൽ നിന്ന് ഏതാണ്ട് 10 അടിയോളം ഉയരത്തിലാണ് കിണറുള്ളത്. കല്ലുകെട്ടിയ കിണറിന്റെ ആൾമറ പൂർണ്ണമായും തകർന്നു. ബാക്കി ഭാഗവും വീഴാൻ പാകത്തിൽ നിൽക്കുകയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ബുധനാഴ്ച ഇതുവഴിയുള്ള ഗതാഗതം നാടകെട്ടി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഈ വാഹനം ഈ സൈഡിൽ കൂടി പടിഞ്ഞാറ് വശമാണ് ഈ അരവിന്ദ് റോഡ് ബസ് സ്റ്റോപ്പിന് പടിഞ്ഞാറ് വശമാണ് ഈ കിണർ നിലയ്ക്കുന്നത്. ഇതിലെന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വാഹനം ഈ ഭാഗത്തുകൂടി വരുമ്പോൾ ഈ സംഭവിക്കുക എന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഈ സൈഡിൽ വരുമ്പം എന്തോ ആരും വരാത്ത കാരണമാണ് ഇത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇതിനെക്കാട്ടും വലിയൊരു ദുരന്തം ഇവിടെ സംഭവിക്കുമായിരുന്നു. അതുമാത്രമല്ല വാഹനം വരുമ്പോൾ യാത്രക്കാർ ഈ വഴി പോകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വാഹനത്തിന് ഈ മറിഞ്ഞു പോകുമ്പോൾ യാത്രക്കാർ അങ്ങോട്ടേക്ക് ഓടുമ്പോൾ ബസ്സിൻ്റെ അടിയിൽ പെടാൻ സാധ്യതയുണ്ട്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടി നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുള്ളൂ. മഴ കനത്താൽ കിണറിന്റെ ബാക്കി ഭാഗവും ഇടിഞ്ഞ് റോഡിലേക്ക് വീഴും. ഇത് ഗതാഗതത്തെ ബാധിക്കുക മാത്രമല്ല യാത്രക്കാർക്ക് അപകട ഭീഷണിയുമാണ്. കാൽനട യാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇവിടെ പാർശ്വഭിത്തി സംരക്ഷണത്തിന് കാര്യമായ പ്രവൃത്തിയൊന്നും നടത്തിയിട്ടില്ല. ദേശീയപാതയിൽ അരവിന്ദ് ഘോഷിൽ പടിഞ്ഞാറ് വശത്താണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ ഇവിടെ ഇത് പൊട്ടിയിട്ട് ഇന്നലെ രാത്രിയാണെന്ന് തോന്നുന്നു പൊട്ടിയത്. അതിനുശേഷം അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അധികാരികൾ ആരും ഇതുവരെ ഇവിടെ വന്ന് നോക്കിയതായിട്ട് കാണുന്നില്ല. പിന്നെ ഇത് ഇപ്പോൾ ആ മരത്തിൽ തട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പറമ്പിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. ഇപ്പോൾ ഒരു അത് കാണുന്നത് കിണർ കൂടിയാണ്. ആ കിണറും ഏത് നിമിഷവും ഇങ്ങനെ റോഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട എന്തെങ്കിലും നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് നാട്ടുകാരെന്നുള്ള രീതിയിൽ അഭ്യർത്ഥിക്കുന്നു.